ശരിക്കും പറയാറുണ്ട്, കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 1000 ദിവസമാണ് കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം. കുട്ടിയുടെ വളർച്ചയ്ക്ക്, ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ അടിത്തറയാകുന്നത് ഫസ്റ്റ് 1000 ഡേയ്സ് എന്ന് പറയും. ജനിച്ചു വീണതിന് ശേഷമുള്ള ജനിച്ചു വീണ ശേഷമുള്ള ആദ്യത്തെ ഒരു 1000 ദിവസം, അത് ഏകദേശം ആദ്യത്തെ 3 വയസ്സ് വരെ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ സമയത്ത് കുട്ടികൾക്ക് വല്ലതും ഓർമ്മ കാണുമോ, ആ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുമോ? അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദൃശ്യസ്മൃതി അല്ലെങ്കിൽ വിഷ്വൽ മെമ്മറി, നമ്മുടെ ജീവിതാനുഭവങ്ങളെ ദൃശ്യങ്ങളുടെ രൂപത്തിൽ ശേഖരിച്ചു വയ്ക്കാനുള്ള കഴിവ്, ഇതൊരു 3 വയസ്സ് കഴിഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷേ എന്ന് വിചാരിച്ച് 3 വയസ്സിന് മുമ്പ് നമുക്ക് ഓർമ്മകളില്ലെന്നല്ല അർത്ഥം. 3 വയസ്സിന് മുൻപ് ഓർമ്മയുണ്ട്. ആ ഓർമ്മയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് സ്പർശനമാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കളുമായി പരമാവധി ശാരീരിക സ്പർശനത്തിന് അവസരം കിട്ടുന്ന കുട്ടികൾ കൂടുതൽ വൈകാരിക സ്ഥിരതയുള്ള കുട്ടികളായിരിക്കും, കൂടുതൽ ഓർമ്മശക്തിയുള്ള കുട്ടികളായിരിക്കും, വൈകാരികമായും പഠന സംബന്ധമായും ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെട്ട നിലവാരം പുലർത്താൻ സാധ്യതയുള്ള കുട്ടികളായിരിക്കും. ഈ ആദ്യത്തെ 1000 ദിവസമെങ്കിലും നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് കുട്ടിയെ പരമാവധി കുട്ടിയുമായിട്ടൊരു ബോഡി കോണ്ടാക്റ്റ്, പൊതുവെ പറയാറുണ്ടല്ലോ, ജനിച്ച് വീണ് അരമണിക്കൂറിനുള്ളിൽ തന്നെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കണം എന്ന് പറയാറുണ്ട്. സിസേറിയൻ ഓപ്പറേഷൻ വഴിയാണ് കുട്ടി ജനിച്ചതെങ്കിലും 4 മണിക്കൂറിനകത്ത് മുലപ്പാൽ കൊടുക്കണമെന്ന് പറയും. അത് ആ പാലിലൂടെ കുട്ടിക്ക് കിട്ടുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ അമ്മയുടെ ശാരീരിക സ്പർശനം കുട്ടിക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വൈകാരികമായിട്ടുള്ളൊരു വളർച്ചയ്ക്കുള്ള ഒരു അടിത്തറ കൂടെയുണ്ട്, ഒരു ഇമോഷണൽ ബോണ്ടിങ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറയാറുണ്ടല്ലോ, മനുഷ്യനെ നമ്മൾ വളർത്തുമ്പോൾ സ്നേഹം സ്വീകരിക്കുകയും സ്നേഹം നൽകുകയും ചെയ്യുന്ന ഒരു കല, അത് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനം. ദ ആർട്ട് ഓഫ് റിസീവിങ് ആൻഡ് എക്സ്പ്രസിങ് അഫെക്ഷൻ, മ്യൂച്വൽ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് കുട്ടി എത്തണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ആദ്യത്തെ 1000 ദിവസത്തെ മാതാപിതാക്കളുമായിട്ടുള്ളൊരു ശാരീരിക സ്പർശനവും മറ്റു രീതികളിലുള്ള ഇടപെടലും, കൂടുതൽ സമയം ആ കുട്ടിയോടൊപ്പം മാതാപിതാക്കൾക്ക് ചെലവഴിക്കാൻ കഴിയണം. അവിടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പോലെ, മൊബൈൽ ഫോൺ പോലെയുള്ള സംഗതികൾ കഴിയുന്നത്ര ഇല്ലാതെ ഹ്യൂമൻ കോണ്ടാക്റ്റിലൂടെ തന്നെ കുട്ടികൾ ആ ഘട്ടത്തിൽ വളർന്നു വരണം എന്നുള്ളതാണ്.